മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു വലിയ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ നമ്മുടെ നാട് പല കാരണങ്ങൾ കൊണ്ടും ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടി ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന പോലെ മത്സ്യത്തൊഴിലാളി മേഖല എന്നും പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു മേഖലയാണ്. പക്ഷെ ആ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഇന്ന് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അതിന് എല്ലാവിധ സഹായവും സഹകരണങ്ങളും ചെയ്യുന്ന സമീപനം. ജില്ലാ സമ്മേളനം സെപ്റ്റംബർ 1-ാം തീയതി പറവൂർ ടൗൺ ഹാളിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. ജില്ലയിലെ മത്സ്യത്തൊഴിലാളികളുടെ യൂണിറ്റ് സമ്മേളനം അതുപോലെ തന്നെ വില്ലേജ് സമ്മേളനം, ഏരിയ സമ്മേളനം പൂർത്തീകരിച്ചാണ് 8 ഏരിയകളിലാണ് മത്സ്യത്തൊഴിലാളി കമ്മിറ്റികൾ ഉള്ളത്. അതെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് അവരുടെ സമ്മേളനങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടാണ് സെപ്റ്റംബർ 1-ാം തീയതി ജില്ലാ സമ്മേളനത്തിലേക്ക് കടക്കുന്നത്. നമുക്കറിയാം, ഏറ്റവും നിസ്വരായ വർഗം ഏതാണെന്ന് ചോദിച്ചാൽ മത്സ്യത്തൊഴിലാളികളാണ്. പലപ്പോഴും തൊഴിൽ നഷ്ടമാകുന്ന അല്ലെങ്കിൽ തൊഴിലിടങ്ങൾ നഷ്ടമാകുന്ന ഒരു തൊഴിലാളി വർഗമാണ് മത്സ്യത്തൊഴിലാളികൾ. പ്രകൃതിക്ഷോഭം വന്നാലും കടൽക്ഷോഭം വന്നാലും ഒക്കെ ഏറ്റവും ആദ്യം ദുരിതം അനുഭവിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് മത്സ്യത്തൊഴിലാളികൾ. ഞങ്ങളുടെ സംഘടന മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU പ്രതിദാനം ചെയ്യുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെയാണ്. വള്ളത്തിൽ പോയി, കടലിലാണെങ്കിലും ഉൾനാടൻ മേഖലയിലാണെങ്കിലും വള്ളത്തിൽ പോയി പണിയെടുത്ത് അന്നത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന മത്സ്യത്തൊഴിലാളികളെയാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത്. അവർക്ക് നിരവധി പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ സമൂഹത്തിലെ നിരവധിയായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ആളുകളാണ്. ഉൾനാടൻ മേഖലയിൽ കോളപ്പായലിന്റെ പ്രശ്നം, എക്കലിന്റെ പ്രശ്നം, അതുപോലെ തന്നെ മറ്റു തരത്തിലേക്ക് തൊഴിലിടങ്ങൾ നഷ്ടമാകുന്നതിനായി ഇതിൽ പങ്കെടുക്കുന്നത്. ആ പ്രതിനിധി സമ്മേളനത്തിൽ മത്സ്യമേഖല നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായവും അതുപോലെ തന്നെ നമുക്ക് ഈ പ്രതിസന്ധികളെ പരിഹരിക്കാൻ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചർച്ചയിൽ വരുന്ന ഒരു സമ്മേളനം കൂടിയാണ്. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് നിരവധി ആനുകൂല്യങ്ങൾ, ഇപ്പൊ കഴിഞ്ഞ മാസം പോലും മത്സ്യ ബോർഡിന്റെ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് ആനുകൂല്യങ്ങൾ തന്നെ ഇരട്ടിയാക്കി. ഞങ്ങളുടെ നിരവധിയായ നിവേദനങ്ങളുടെയും സമരങ്ങളുടെയൊക്കെ ഫലമായി സംസ്ഥാന സർക്കാർ അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ കേന്ദ്ര സർക്കാർ നൽകേണ്ട സമാശ്വാസം